മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് 225 മരണങ്ങളാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. അത് കണക്കിതിനകം വന്നതാണ്. മേപ്പാടിയിൽ നിന്ന് 148, നിലമ്പൂരിൽ നിന്ന് 77. ഇത്രയും മൃതദേഹങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്ക്. ഇതിനു പുറമെ വിവിധ ഇടങ്ങളിൽ നിന്നായി മേപ്പാടിയിൽ നിന്ന് 30, നിലമ്പൂർ മേഖലയിൽ 165, ഇങ്ങനെ 195 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. കണ്ടെടുക്കുന്ന ശരീരഭാഗങ്ങൾ 90% അതിന് മുകളിലും ഉണ്ടെങ്കിൽ അതൊരു മൃതദേഹമായി കണക്കാക്കുന്നതാണ് രീതി. 90% കുറഞ്ഞതാണെങ്കിൽ അതിനെ ശരീരഭാഗമായാണ് കണക്കാക്കുക. ഒരാളുടെ തന്നെ ശരീരഭാഗങ്ങൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും പ്രത്യേകമായി കിട്ടിയിട്ടുണ്ടാകാം. ഇതെല്ലാം ഇപ്പോൾ തിരിച്ചറിയുക പ്രയാസമാണ്. അതിനാൽ എല്ലാ ശരീരഭാഗങ്ങളുടെയും തിരിച്ചറിഞ്ഞതുൾപ്പെടെയുള്ള എല്ലാ മൃതദേഹങ്ങളുടെയും DNA സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം മുഴുവനും വന്ന ശേഷം മാത്രമേ മൃതദേഹങ്ങളുടെ കൃത്യമായ എണ്ണം കണക്കാക്കാനാവും. പ്രദേശത്ത് നിന്ന് കാണാതായ 131 പേരുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലഭിച്ച ശരീരഭാഗങ്ങളുടെ എണ്ണം മരിച്ചവരുടെ എണ്ണമായി പറയുന്നത് ശാസ്ത്രീയമായി ശരിയല്ല. തെരച്ചിൽ പൂർണ്ണമായിട്ടില്ല. ഇതിൽ 225 മൃതദേഹങ്ങളും 195 ശരീരഭാഗങ്ങളും ചേർത്ത് 420 പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിക്കഴിഞ്ഞു. 7 ശരീരഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. 178 മൃതദേഹങ്ങളും 2 ശരീരഭാഗങ്ങളും ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 47 മൃതദേഹങ്ങളും 186 ശരീരഭാഗങ്ങളും ചേർത്ത് ആകെ 233 സംസ്കാരങ്ങളാണ് നടന്നത്.